ശബരിമല സ്വർണ്ണമോഷണ കേസിൽ കടുത്ത സംശയങ്ങൾ പ്രകടിപ്പിച്ച ഹൈക്കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങൾ കുപ്രസിദ്ധ രാജ്യാന്തര കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂറിന്റെ പദ്ധതികളുമായി സാമ്യമുള്ളതെന്ന് ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. സ്വർണം പൊതിഞ്ഞ പാളിയുടെ പകർപ്പ് നിർമ്മിച്ച് രാജ്യാന്തര മാർക്കറ്റിൽ എത്തിക്കാൻ ശ്രമിച്ചുവെന്നും വൻ വിലയ്ക്ക് വിൽക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി പദ്ധതിയിട്ടിരുന്നതായി സംശയിക്കുന്നുവെന്നും കോടതി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിൽ പറയുന്നു. ശബരിമല ദ്വാരപാലക ശില്പപാളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന ADGP H. വെങ്കടേഷും SP S. ശശിധരനും കോടതിയിൽ നേരിട്ട് ഹാജരായാണ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചത്. അടച്ചിട്ട മുറിയിൽ റിപ്പോർട്ട് പരിശോധിച്ച ഡിവിഷൻ ബെഞ്ച് പിന്നീട് തുറന്ന കോടതിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. SIT അന്വേഷണം ശരിയായ ദിശയിലെന്ന് കോടതി വ്യക്തമാക്കി. ദേവസ്വം ബോർഡ് മിനിറ്റ്സ് പരിശോധിച്ചതായും മിനിറ്റ്സ് ക്രമരഹിതമെന്ന് കണ്ടെത്തിയതായും ഡിവിഷൻ ബെഞ്ച് അറിയിച്ചു. പല കാര്യങ്ങളും മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നതിൽ വീഴ്ച വന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് പോറ്റി സംശയകരമായ പ്രവൃത്തികൾ നടത്തിയെന്നും വിശ്വാസ്യതയില്ലാത്ത പോറ്റിയെ ദേവസ്വം ഉദ്യോഗസ്ഥർ വിശ്വസിച്ചത് എന്തിനെന്നും കോടതി ചോദിച്ചു. മറ്റ് നിരീക്ഷണങ്ങൾ ഇങ്ങനെ: ദ്വാരപാലക ശില്പങ്ങളുടെയും വാതിലിൻ്റെയും പകർപ്പ് സൃഷ്ടിക്കാൻ അധികൃതർ പോറ്റിക്ക് അനുമതി നൽകിയത് നിയമവിരുദ്ധമാണ്. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാൻ അടിയന്തര സാഹചര്യം സൃഷ്ടിച്ചു. ബോധപൂർവം ബോർഡ് അധികൃതർ ഹൈക്കോടതി ഉത്തരവും ദേവസ്വം മാനുവലും ലംഘിച്ചുവെന്നും കോടതി നിരീക്ഷിച്ചു. അതേസമയം കടുത്ത സംശയങ്ങളും കോടതി ഉത്തരവിൽ പ്രകടിപ്പിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങൾക്ക് കുപ്രസിദ്ധനായ രാജ്യാന്തര കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂറിന്റെ പദ്ധതികളുമായി സാമ്യമെന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. സ്വർണം പൊതിഞ്ഞ പാളിയുടെ പകർപ്പെടുത്ത് രാജ്യാന്തര മാർക്കറ്റിലെത്തിച്ച് വൻ വിലയ്ക്ക് വിൽക്കാൻ പോറ്റി പദ്ധതിയിട്ടിരുന്നതായി സംശയിക്കുന്നുവെന്നും ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ശബരിമലയിലെ സ്വത്ത് സംരക്ഷിക്കാൻ ഹൈക്കോടതി പ്രതിജ്ഞാബദ്ധമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ് ക്ഷേത്രസ്വത്തിന്റെ ചുമതല. അതിനാൽ ഉദ്യോഗസ്ഥ തലത്തിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് SIT അന്വേഷിക്കണം. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ നിലനിൽക്കുമോ എന്ന് പരിശോധിക്കണമെന്നും ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവർ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശിച്ചു. ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശാനുസരണം സ്വീകരിച്ച പുതിയ ഹർജി 3 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, കൊച്ചി.